നിങ്ങൾ നോക്ക്. ആ ഹറാമിലേക്കുള്ള നോട്ടം മാത്രമല്ല, ആ വ്യഭിചാരവുമായി ബന്ധപ്പെട്ടുള്ള സർവ പ്രവർത്തനങ്ങളും ആ വ്യഭിചാരത്തിന്റെ ശാഖകളിൽ പെട്ടതാണെന്ന് ഹദീസിൽ കാണാം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ് ഇമാം ബുഖാരി തങ്ങൾ തന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്. കുത്തിബ അല ഇബ്നി ആദമ നസീബുഹു മിനസ് സിനാ. വർത്തമാനകാലത്ത് ഇതിന്റെ പ്രസക്തി വളരെ വർദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഓരോ മനുഷ്യനും വ്യഭിചാരത്തിന്റെ ഓഹരി എഴുതപ്പെടുക തന്നെ ചെയ്യും. ആർക്കും അതിൽ തർക്കം വേണ്ട. അല്ലൈനാനി സിനാഹുമൻ നദർ. രണ്ട് കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം നോട്ടം തന്നെയാണ്. 10-15 രൂപയുടെ നെറ്റ് കാർഡ് വാങ്ങിയിട്ട് തന്റെ ഫോണിൽ ചുരണ്ടിക്കയറ്റിയാൽ ഒരു ചെറുപ്പക്കാരന് കടന്നു ചെല്ലാൻ പറ്റാത്ത വൃത്തികേടുകളുണ്ടോ? ആധുനികതയുടെ പേരിൽ, ടെക്നോളജിയുടെ വികസനത്തിന്റെ പേരിൽ മനുഷ്യ നന്മക്ക് കണ്ടുപിടിക്കപ്പെട്ടു എന്ന് അവകാശപ്പെടുന്ന പലതും നമ്മൾ ഉപയോഗിച്ചത് വൃത്തികേടിനല്ലയോ? അതേ മാധ്യമം തന്നെ നന്മക്ക് ഉപയോഗിക്കാമായിരുന്നു. അതേ മാധ്യമം കൊണ്ട് ഒരുപാട് നന്മകൾ നിനക്ക് തേടാമായിരുന്നു. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പുസ്തകം ഈ കാസർകോട്ടെ മലമായി മണലാരണ്യത്തിൽ ഇരുന്നിട്ട് തുറക്കാൻ പറ്റും. ഈജിപ്തിലെ ജാമിഉൽ അസ്ഹറിലെ കിതാബിലെ ഇന്ന കിതാബിന്റെ ഇത്രാം പേജ് തുറക്കാനും ഈ നെറ്റ് കൊണ്ട് നിനക്ക് സാധിക്കും. പക്ഷേ എന്റെ കുഞ്ഞുമോൻ തുറന്നത് അതൊന്നുമല്ലല്ലോ. ഏതൊക്കെയോ വൃത്തികെട്ട പെണ്ണിന്റെ ഉടയാട ഉരിയുന്നതാണല്ലോ പലർക്കും കാണാൻ ഇഷ്ടം. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, 2 കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം അന്നദറു നോട്ടം തന്നെയാണ്. പാതിരാ സമയത്തും അതേപോലെ അനാവശ്യ ഘട്ടങ്ങളിലൊക്കെ 5-10 രൂപ ചെലവ് ചെയ്തിട്ട് തന്റെ ഫോണിൽ ചുരണ്ടിക്കയറ്റിയാൽ കാണാൻ പറ്റാത്ത വൃത്തികേടുകളില്ല. ഏതൊക്കെ പെണ്ണിന്റെ ഏതൊക്കെ ശരീരമാണോ തുറക്കപ്പെടാൻ ആഗ്രഹിക്കുന്നത് അതൊക്കെയും തുറന്നു കാണാൻ വിധിക്കപ്പെടുന്ന എത്രയെത്ര പയ്യന്മാർ. ഈ കാണലിന്റെ ദുരന്തമല്ലേ അരികെയുള്ള പെങ്ങളെ മറന്നുപോയത്? ഈ കണ്ടതിന്റെ ഫലമല്ലേ ആങ്ങളയെ മറന്നുപോയത്? ഇതുകൊണ്ടല്ലേ അയൽവാസിയെ മറന്നുപോയത്? ഇതുകൊണ്ടല്ലേ ഭീകരമായ വ്യഭിചാരം നടത്തിയിട്ട് തോർത്തുമുണ്ട് പിഴിയും പോലെ കുഞ്ഞുമോളുടെ കഴുത്ത് പിരിച്ചു വലിച്ചെറിഞ്ഞതും ഈ ഒരു രംഗമൊക്കെ കണ്ടതിന്റെ പേരിൽ? അള്ളാന്റെ ഹബീബ് പറഞ്ഞു, ഈ കാഴ്ചയുടെ ഓഹരി വ്യഭിചാരത്തിന്റെ പങ്ക് എഴുതപ്പെടുക തന്നെ ചെയ്യും. മക്കളെ, വളരെ ഗൗരവമായിട്ട് ആലോചിക്കണം. ആധുനിക മാധ്യമങ്ങൾ നന്മക്ക് ഉപയോഗിക്കാൻ പഠിക്കണം പുതിയ തലമുറ. പലരും അതിന്റെ നന്മ ഉപയോഗിച്ചപ്പോ അല്പന്മാരായ നമ്മൾക്ക് എവിടെയുണ്ട് തിന്മ എന്ന് നോക്കാനായിരുന്നു താല്പര്യം. ഈച്ചയെന്ന് പറയുന്ന ഒരു ജീവിയുണ്ട്. മഹാന്മാർ പറയുന്നുണ്ട്, വലാത്ത കുൻ കദുബ ബിംബിൽ ജുറൂബി വഖൽ ദുനസിഹാഹി മിനൽ അഅളാഇ മുസ്തലിമാ. നിന്റെ ശരീരത്തിൽ എത്ര നല്ല അവയവങ്ങൾ ഉണ്ടായാലും ഈച്ച അവിടെ വന്ന് വീഴാറില്ല. ഈച്ച വീഴാറുള്ളത് എവിടെയാണ് നജസ്, എവിടെയാണ് വിയർപ്പ്, എവിടെയാണ് മാലിന്യം, എവിടെയാണ് ഭക്ഷണത്തിന്റെ അവശിഷ്ടം, അവിടെ വീഴാനാണ് ഈച്ചക്കിഷ്ടം. അതുപോലെ എന്ത് മാധ്യമം കിട്ടിയാലും അതിലെവിടെയാണ് വൃത്തികേടുള്ളത് എന്ന് നോക്കുന്ന ശൈലി ദൂരവ്യാപകമായ ദുരന്തം വരുത്തി തീർക്കുമെന്ന് വർത്തമാനകാല സമൂഹം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഹദീസ് പറയുന്നു, കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം അതേപോലെ വല്ലുസിനാനി സിനാഹുമല്ലിസ്തിമാ. കാതുകൊണ്ടുള്ള വ്യഭിചാരമാണ് കേൾവി. എന്തൊക്കെ ഓരോരുത്തർ കണ്ട പെണ്ണുങ്ങളെയൊക്കെ വിളിക്കുക, എന്നിട്ടതിൽ പച്ചയായി തോന്നിവാസങ്ങൾ പറയുക, എന്നിട്ടത് യൂട്യൂബ് പോലുള്ള മാധ്യമങ്ങളിലേക്ക് കടത്തിവിടുക. എല്ലാവരും അത് കേൾക്കട്ടെ. പച്ചയായിട്ടൊരു മനുഷ്യന്റെ വികാരം ഉത്തേജിപ്പിക്കുന്ന രൂപത്തിൽ കാസർകോട്ടുകാരി പെണ്ണിന്റെ സംഭാഷണം, മലപ്പുറത്തുകാരി പെണ്ണിന്റെ സംഭാഷണം, തൃശ്ശൂരുകാരി പെണ്ണിന്റെ സംഭാഷണം, ഈ നിലക്ക് കുഞ്ഞുമക്കൾ അത് ബ്ലൂടൂത്ത് വഴിയും മറ്റുമൊക്കെ ഓരോരുത്തരുടെയും മൊബൈലിലേക്ക് കൈമാറുമ്പോ ലജ്ജയില്ലല്ലോ എന്റെ പ്രിയപ്പെട്ട പെണ്ണുങ്ങളെ? ഏതൊക്കെയോ തെമ്മാടികൾ വിളിക്കുമ്പോ നിന്റെ ശരീരത്തിന്റെ എന്തൊക്കെ മറക്കപ്പെടേണ്ട കഥകളുണ്ടോ അത് പച്ചയായി അന്യനോട് പറയുമ്പോ നിന്റെ ഫോട്ടോയടക്കം അത് മറ്റ് നെറ്റുകളിലേക്ക് കൈമാറുന്ന ചെറുപ്പക്കാരുടെ അപകടത്തെക്കുറിച്ച് ഓർക്കാനുള്ള ബുദ്ധി എന്നേ എന്റെ പെങ്ങൾക്ക് കടന്നു വരിക.
എന്തൊക്കെ ദുരന്തങ്ങൾ. കാസർകോട്ടുള്ള പെണ്ണിന്റെ സംസാരം, അതേ ഓരോ പ്രദേശത്തും ഓരോ നാട്ടുകാരും അത് കേട്ട് കേട്ട് ആനന്ദം കൊള്ളുന്നു, വികാരം കൊള്ളുന്നു. ഇതൊക്കെയല്ലേ നമ്മൾ കാണുന്നത്. 1400 കൊല്ലം മുമ്പ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, വല്ലുദിനാനി സിനാഹുമൽ ഇസ്തിമാഅ്, കാതുകൊണ്ടുള്ള കേൾവി അത് വ്യഭിചാരമായിട്ട് ഗണിക്കപ്പെടുന്ന അവസ്ഥ വരും. കൈകൊണ്ടുള്ള പഠിത്തം, കാലുകൊണ്ടുള്ള നടത്തം, അതൊക്കെയും വ്യഭിചാരത്തിന്റെ ചുവയുള്ളതായി മാറും. വളരെ ഗൗരവത്തോടുകൂടെ ഓർക്കണേ എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് കാര്യം വളരെ ഗൗരവമായിട്ട് നാം കണ്ടേ പറ്റൂ, വളരെ ഗൗരവമായിട്ട് നാം കാണണം. ഈ ഹറാമിലേക്ക് നോക്കിയതിന് ഖേദിക്കേണ്ടി വരിക തന്നെ ചെയ്യും. ആ ഖേദം കൊണ്ട് മാത്രം മതിയാവില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, കുല്ലു ഐനിൻ ബാഖിയത്തുൻ, എല്ലാ കണ്ണുകളും കരയേണ്ടി വരിക തന്നെ ചെയ്യും. യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എല്ലാ കണ്ണുകളും കരയേണ്ടി വരും. ഇല്ലാ ഐനൻ, ഒരു കണ്ണൊഴികെ, അല്ലാഹു അൻ മഹാരിമില്ലാഹ്, അല്ലാഹ് ഹറാമാക്കിയത് കണ്ടപ്പോ ചിമ്മിക്കളഞ്ഞവന്റെ കണ്ണൊഴികെ എല്ലാ കണ്ണും വേദനിക്കേണ്ടി വരിക തന്നെ ചെയ്യും. ആ വേദന അവൻ അനുഭവിച്ചേ മതിയാവൂ. ഇനിയോ ലഹരിയുടെയും വ്യഭിചാരത്തിന്റെയും ദുരന്തം ബഹുമാനപ്പെട്ട ഇമാം ഹാക്കിം തങ്ങൾ തന്റെ കിതാബിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മൻ സനാ ഔ ശരിബൽ ഖംർ, മൻ സനാ, ഒരുത്തൻ വ്യഭിചരിച്ചു, അല്ലെങ്കിലോ ഔ ശരിബൽ ഖംർ, അല്ലെങ്കിൽ അവൻ കള്ളു കുടിച്ചു. ഇത് രണ്ടായിരുന്നാലും വേണ്ടില്ല. ആ രണ്ട് പ്രവൃത്തിയും നടക്കുമ്പോ നുസിഅ മിൻഹുൽ ഈമാൻ, അവനിൽ നിന്ന് ഈമാൻ അങ്ങൂരപ്പെടും. കള്ളിന്റെ കുപ്പി പൊട്ടിച്ചിട്ട് വായിലേക്ക് ഒരു തുള്ളി കള്ളുറ്റുമ്പോഴേക്ക് അവന്റെ ഈമാൻ അങ്ങുയർത്തപ്പെടും. അന്യയായ പെണ്ണിന്റെ ശരീരത്തിലേക്ക് നീ കയറുമ്പോഴേക്ക് നിന്റെ ഈമാൻ അങ്ങുയർത്തപ്പെടും. ഏതുപോലെ കമായ ഖലഉൽ ഇൻസാനു ഖമീസഹു മിൻ റഅസിഹി, ഒരുത്തൻ അവന്റെ നീളക്കുപ്പായം തലയിൽ നിന്ന് ഊരുന്നത് പോലെ, നീളക്കുപ്പായം ഇങ്ങനെ ഊരുന്നത് പോലെ കള്ളിന്റെ ഒരു തുള്ളി വായിലങ്ങെത്തുമ്പോ അവന്റെ ഈമാൻ ഉയർന്നുപോയി. വ്യഭിചാരത്തിന്റെ പ്രവൃത്തിയിലേക്ക് അവനങ്ങ് കടക്കുമ്പോ അവന്റെ ഈമാൻ ഊരിപ്പോയി. ഷർട്ടൂരി നീക്കും പോലെ ഈമാൻ നീങ്ങുമേ, കൃത്യം കഴിഞ്ഞാൽ മാത്രമേ അത് കൂടുമേ. രുചിയുള്ള വിഭവം എന്നു നീ ധരിക്കല്ലേ, വിഷമുള്ളതാണതു തിന്നു നീ മരിക്കല്ലേ. ചീഞ്ചലമൊലിക്കും നാളഗുഹ്യമിൽ നിന്ന് എന്നുള്ളതും നബി വ്യക്തമായി പറയുന്നു. മഹാനായ മർഹൂം തഴവ മനോഹരമായിട്ട് പാടിയതുപോലെ ഈമാനൂരി അറബ് നാട്ടിലെങ്ങാണ്ട് പണിയെടുക്കുന്ന ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് അന്യരായ പുരുഷന് വേണ്ടി തുറന്നു വെച്ച ശരീരം ആ വ്യഭിചാരത്തിന്റെ ലഹരിയിൽ കിടന്നുറങ്ങി. രാവിലെ ആകുമ്പോ നിന്റെ കണ്ണ് തുറക്കുമെന്നെന്റെ പെങ്ങളോടാരേ പറഞ്ഞത്? രാവിലെ നിന്റെ കണ്ണ് തുറക്കുമെന്ന് ചെറുപ്പക്കാരാ നിനക്കാരാണ് ഗ്യാരണ്ടി തന്നത്? ആ നിലക്ക് ഈമാനൂരിയല്ലോ, ആ നിലക്ക് ഈമാനൂരി. എന്തേ നമ്മൾ ആലോചിക്കാത്തത്? അതുകൊണ്ട് എന്റെ സദസ്സിലിരിക്കുന്ന ഓരോരുത്തർക്കും ഇതിൽ ബാധ്യതകളുണ്ട്. നമ്മുടെ വീടുകളിലായാലും നമ്മുടെ ഏത് പരിപാടികളിലായാലും വ്യഭിചാരത്തിന് വേദിയൊരുക്കുന്ന അന്യ ആണും പെണ്ണും ഇടകലരുന്ന ഒരു സ്വഭാവം അനുവദിച്ചു കൊടുത്തുകൂടാ. കാസർഗോഡ് പോലുള്ള പ്രദേശം ഇസ്ലാമിന്റെ തറവാട് വീടാണ് കാസർഗോഡ്, കേരളത്തിലെ. ആ കാസർഗോഡിന്റെ പൈതൃകം നശിച്ചാൽ ഈ നാടിന്റെ നന്മ നശിച്ചു എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. അന്യ ആണും പെണ്ണും ഇടകലരുന്ന എത്രയെത്ര പരിപാടികൾ. പല മഹാന്മാരുടെയും വീടുകളിലെ കല്യാണത്തിന് പോലും പച്ചയായിട്ട് ആണും പെണ്ണും ഡാൻസ് ചെയ്ത് പാട്ട് പാടിയപ്പോ ആ പാട്ടും കണ്ട് ഭക്ഷണം രുചിച്ചിട്ട് കല്യാണം തരക്കേടില്ലെന്ന് പല്ലിൽ കുത്തിയിട്ട് അഭിപ്രായം പറഞ്ഞവരാ നമ്മളിൽ പലരും. നമ്മൾ ലജ്ജിക്കണ്ടേ? നേരത്തെ ഉസ്താദ് ഇവിടെ വായിച്ചു, ഒരു പെണ്ണിന്റെ